രാജഗിരി ജോസ്ഗിരി റോഡിൽ കല്ലുവീണ ഭാഗം ടി.ഐ. മധുസൂദൻ എം.എൽ.എ. സന്ദർശിച്ചു. സംഭവത്തെക്കുറിച്ച് പ്രദേശവാസികളോട് എം.എൽ.എ. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ആരെയും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണിതെന്നും റെഡ് സോണിൽപ്പെട്ട സ്ഥലമാണിതെന്നും യാതൊരു വിധത്തിലുള്ള ഖനനവും പാടില്ലാത്തതാണെന്നും ദുരന്തമൊഴിവായത് മഹാഭാഗ്യമാണെന്നും എം.എൽ.എ. പറഞ്ഞു. കളക്ടർ, ജിയോളജി വകുപ്പ്, പോലീസ്, ദുരന്ത നിവാരണ സേനയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ജോയ്, പി. ശശിധരൻ, സി. സത്യപാലൻ, എ.ടി.വി. ദാമോദരൻ, സി.ബി.എം. തോമസ് എന്നിവരും എം.എൽ.എക്കൊപ്പമുണ്ടായിരുന്നു. ആരെയും ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ് രാജഗിരിയിൽ ഇന്നലെ സംഭവിച്ചത്. വലിയ ഇതങ്ങളില്ലാതെ വന്നത് യഥാർത്ഥത്തിൽ ആ ഒരു സമയത്തിൻ്റെയും ഒരു സന്ദർഭത്തിൻ്റെയും ഒരു പ്രത്യേകത കൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് നിന്ന് ഉള്ള ഒരു കാഴ്ചയാണിത്. വലിയ രണ്ട് കല്ലുകളാണ് ഈ വളരെ ഉയരത്തിൽ നിന്ന് റോഡിലേക്ക് വന്നു. ഞാനിവിടെ എത്തുമ്പോൾ വയനാട് ദുരന്ത സ്ഥലത്ത് പോയതിൻ്റെ ഒരു ഓർമ്മയും ഞെട്ടലുമാണ് ഉണ്ടാക്കിയത്. കാരണം അതുപോലെ ഒരു കുന്ന് മുഴുവനും ഇടിഞ്ഞിങ്ങോട്ടേക്ക് വരുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡോക്ടർ ടോണി എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്, ഈ നാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹം ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് എനിക്ക് തന്നെ കുറേ മെറ്റീരിയൽസ് നേരത്തെ തന്നിരുന്നു. ഞാനത് മുന്നോട്ടേക്ക് കൊണ്ടുപോയതുമാണ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി. അതിൽ പറയുന്നത് ഇത് സോൺ 1-ൽ പെടുന്ന, റെഡ് സോണിൽ പെടുന്ന ഒരു സ്ഥലമാണ്. ഒരു തരത്തിലും ഇത്തരം മൈനിങ് നടത്താൻ പാടില്ലാത്ത ഒരു ഇടമാണ് ഇവിടെ. ഇവിടെയാണ് പല രീതിയിലും കോടതിയിൽ നിന്ന് പോലും ചില അനുമതികളൊക്കെ വാങ്ങി ഈ മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള, കല്ല് പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റ് വാങ്ങി ഈ രീതിയിലുള്ള കെടുതി ഈ നാടിന് വരുത്തക്ക നിലയിൽ കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഇന്നലെ മുതൽ ജോസ്ഗിരിയിലേക്ക് ഉള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കറണ്ട്, വൈദ്യുതി, കമ്പി ഇതൊക്കെ വലിയ അത്യാഹിതം ഇല്ലാതിരുന്നത് എന്താ പറഞ്ഞത്, എന്തോ ഒരു ഇത് നാടിൻ്റെ ഒരു സുഹൃതം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കമ്പി വലിയ KV ലൈനൊക്കെ ഇങ്ങനെ പൊട്ടി വീണ് കിടക്കുന്നത് ഈ റോഡിൽ നമ്മൾ കാണുകയാണ്. യഥാവസരത്തിൽ വൈദ്യുതി ബോർഡൊക്കെ ഇടപെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിലയിൽ കാര്യങ്ങൾ നിന്നത്. ഒരു ഭാഗം മുഴുവൻ ഇരുട്ടിലാണ്, അങ്ങോട്ടേക്ക് വഴിയില്ല. ഈ റോഡാണെങ്കിൽ 5 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് വെച്ചിട്ട് അത് പണിയെടുക്കുന്നതിന് വേണ്ടി കളച്ച് റെഡിയാക്കി പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നീങ്ങുന്നതാണ്. ഇനിയിപ്പോൾ ആ പണി പോലും നടത്താൻ പറ്റാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. ഞങ്ങൾ ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ, അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ടീം, പോലീസ് ഉദ്യോഗസ്ഥർ, ഇങ്ങനെ എല്ലാ ജിയോളജി എല്ലാവരുമായിട്ടും ഇന്നലെ ബന്ധപ്പെട്ടു. അവരെല്ലാം ഇന്ന് രാവിലെ മുതൽ ഇന്നലെ രാത്രിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം കാര്യങ്ങൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ പോകുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ, അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസറാണ്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഇന്നാണ് സ്ക്രൂട്ടിനി, സ്ഥാനാർത്ഥിത്വത്തിൻ്റെ അവസാനത്തെ പരിശോധന ഇന്ന് കഴിഞ്ഞു. നാളെയോടുകൂടി അദ്ദേഹം ഇവിടെ വരും. അദ്ദേഹത്തിൻ്റെ ടീം ഉൾപ്പെടെയുള്ളവർ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കേരളത്തിലെ മുഖ്യ ചുമതലക്കാരനായിട്ടുള്ള ഡോക്ടർ ജോയ് എളമണ്ണുമായി ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ ഇന്നൊരു യോഗം ചേരുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻറ്റോട് ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഇത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. അതിനനുസൃതമായിട്ടുള്ളൊരു നിലപാട് പഞ്ചായത്ത് സ്വീകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഇന്നലെ തന്നെ മുന്നോട്ടേക്ക് വെച്ചതാണ്. സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതിന് വേണ്ടി അവർ സന്നദ്ധമായിട്ടുണ്ട്. ഏതായാലും നല്ല യോജിച്ച നിലയിൽ, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നല്ല യോജിപ്പോടുകൂടി ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലും പ്രയാസമില്ലാത്ത നിലയിൽ അവരെ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഇവിടെ ഇനി വരാതിരിക്കത്തക്ക നിലയിലുള്ള ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകും. ജനങ്ങളെ ധിക്കരിച്ചിട്ടുള്ള ഖനനമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. വലിയ ജനകീയ പ്രതിഷേധം ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ തന്നെ വിവിധ ഘട്ടങ്ങളിൽ ഇവിടെ വരികയും ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. കോടതിയിൽ നിന്ന് ഇവർ വലിയ നിലയിൽ നിയമപരമായിട്ടുള്ള ഇതൊക്കെ വെച്ചുകൊണ്ട്
അനുമതി വാങ്ങിയെടുക്കുന്ന അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിന് ഇപ്പോൾ ഇതിൽ കാര്യമായിട്ടുള്ള റോളും ചെയ്യാനില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു പൊതുസ്ഥിതി വെച്ചുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാം. അതിനെയൊക്കെ മറികടക്കാൻ പാകത്തിലുള്ള വൻ കോറി മാഫിയ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും മറ്റ് പിന്നാമ്പുറങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞങ്ങളാരും. ആരെയും വിലക്കെടുക്കാൻ മറ്റിലൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടത്താൻ പറ്റുന്നവരാണ് ഈ മാഫിയകൾ. ഇവിടെയൊക്കെ അത് നടക്കാത്തത് കൊണ്ടാണ് കുറേ കോറികളൊക്കെ അടച്ചു പൂട്ടി കിടക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയം. ഇതൊരു ജനകീയ പ്രശ്നമാണ്. ഇതിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു വേർതിരിവോ കാര്യങ്ങളോ ആലോചിക്കേണ്ട ഒന്നല്ല. അതുകൊണ്ട് ഇന്നലെ മുതൽ ഇവിടെ പൊതുപ്രവർത്തകർ, വിശേഷിച്ചും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപാലൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ, പൊതുപ്രവർത്തകർ, നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെയുണ്ട്. അവരെല്ലാം വലിയ നിലയിൽ ഈ കാര്യത്തിൽ വലിയ വേവലാതികളോട് കൂടിയിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ശരിയായ നിലയിൽ ജനങ്ങൾക്ക് ഒരു വിശ്വസ്തയോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അന്തരീക്ഷം ഒരുക്കുന്നതിന് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിൽ എല്ലാവർക്കും മുന്നിൽ ഞങ്ങൾ അതിൻ്റെ ഒരു ചുമതലകളെ ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ നിലയിൽ ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്തിനും എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരോടൊപ്പം ചേർന്ന് തന്നെ പോവുക എന്നുള്ളതാണ് കാണുന്നത്. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലന്റ് വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗിനെ ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.